ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഗേൾസ് ട്രിപ്പാണ്. ഞങ്ങൾ ബാംഗ്ലൂർ പോവാണ്. ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. എൻ്റെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആക്കാനായിട്ട്. നമ്മളെല്ലാവരും സെറ്റായി. ആ സമയത്ത് നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ടില്ല നൈറ്റിലത്തെ. അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി. എന്നിട്ട് നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫുഡ് ലൈറ്റായിട്ടാണ് വാങ്ങിച്ചത്. ജസ്റ്റ് വെജ് നൂഡിൽസേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ട്രെയിൻ വന്നു. നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറി. ആദ്യം തന്നെ പിന്നെ മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്. നേരെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങണം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇനി 2-3 സ്റ്റോപ്പും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും എണീറ്റു റെഡിയായി ഇറങ്ങാൻ. ഇങ്ങനെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ സൂര്യ ഇനി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സൂര്യയാണ് ഇവിടെ ഉള്ളത്, ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇത് നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരുമാതിരി വലിയ നടത്തമായിരുന്നു. അങ്ങനെ ഈ സൂര്യ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൂര്യ എത്തിയിട്ടുണ്ട്. അങ്ങനെ സൂര്യനെ കണ്ടു. നേരെ നമ്മൾ മെട്രോ കയറി. നമുക്ക് റൂം എടുക്കണം. അതിനുവേണ്ടി മെട്രോയിൽ കയറിയിട്ടാണ്. ഒരു 2 സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ മെട്രോ കയറിയിട്ട്. നേരെ അങ്ങോട്ടാണ്. എല്ലാം അടുത്തടുത്തായിരുന്നു. അതാണ് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ മെട്രോയിൽ കയറി നമ്മളങ്ങോട്ട് എത്തിയായിരുന്നു. ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി ഗായ്സ്. യെസ്, നൈസ്. ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ഞങ്ങൾ പുറത്തേക്ക് എത്തി. ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. ടോയ്ലറ്റ്, മിറർ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഫ്രഷ് ആവട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ റൂമ് ക്ലോസ് ചെയ്ത് ഇറങ്ങി. നേരെ ബസ്സിലാണ് കയറിയത്. ഫുഡ് കഴിക്കണം. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗായ്സ്. രാവിലെ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം. ഇപ്പം നമ്മൾ നേരെ രാമേശ്വർ കഫേയിലാണ് കയറിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ പുറത്ത് നല്ല ചൂടാണെങ്കിലും അകത്ത് ഭയങ്കര കൂളിംഗ്. അവിടെ ഡോറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ആക്ച്വലി നമ്മുടെ ഇവിടെ എറണാകുളത്തും ഉണ്ട് സോഷ്യൽ കിച്ചൺ പോലെ തന്നെ, സെയിം അതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ അവിടുത്തെ കുറച്ച് അടിപൊളി ഐറ്റംസൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. വിശന്നിട്ടും ആണോ എന്നറിയില്ല. അവിടെ പൊതുവേ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ സൂര്യ അവിടെ കൊണ്ടുപോയത് തന്നെ. ഫുഡൊക്കെ കഴിച്ചു. ജ്യൂസും ചായയും എല്ലാം കുടിച്ചു. ബാംഗ്ലൂർ പാലസിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും ബാക്കിയുള്ളൊരു ഫോട്ടോയ്ക്ക് ബാക്കിൽ ഇടുന്നുണ്ട്. ഓക്കെ, പാലസിലെത്തി ഗായ്സ്. നോക്കൂ, പാലസിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് വരുന്നതാണ് കൊട്ടാരം. അറ്റത്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കസിൻസ് എന്ന് പറഞ്ഞ മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അവിടെ വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ വേഗം കണ്ട് ഇറങ്ങി. എൻട്രി ഫീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല വിശപ്പുണ്ടായത് കാരണം ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട്. നമ്മൾ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് നൈറ്റ് ആയപ്പോൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങളിനി ഫുഡ് കഴിച്ചിട്ടും പുറത്ത് പോയി എന്നിട്ട് റൂമിൽ വരും, കിടന്നുറങ്ങും. ഇതാണ് ഇന്നത്തെ പ്ലാൻ. നമ്മൾ നേരെ ഒരു കഫേയിലേക്കാണ് പോയത്. അവിടെ ജ്യൂസും ചായയും ഒക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ചു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സസ് മാളിലേക്കാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി നെക്സസ് മാളിൽ വന്നേക്കാണ്. ഇതാണ് മാള്. കണ്ടത് ഉള്ളിലേക്ക് കയറണം. മാളിക്കരി നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളവരെ കാണണില്ല കഴിച്ചു. ബാക്കിയുള്ളവരോടെ പോയി എവിടെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ഞാനൊരു മീലാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബർഗറും 2 ഹോട്ട് വിങ്സും ക്രിസ്പി വിങ്സും പിന്നെ ഒരു പെപ്സി ആയിട്ടുള്ളത്. പെരി പെരി ബർഗറായിരുന്നു. ഞാൻ ബർഗർ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല എരിവുണ്ടായിരുന്നു. ഒരു ബൈറ്റ് എടുത്ത് അതൊന്ന് 2 ചവച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്.
നല്ല എരിവുണ്ടെന്ന്. അതെനിക്ക് എൻ്റെ തൊണ്ട വരെ എരിഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ സ്റ്റക്കാവുന്നുണ്ട്, എനിക്ക് എരിവ് ഒട്ടും പറ്റുന്നില്ല. പിന്നെ ചിക്കൻ വിങ്സ് ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ്, കിടന്നുറങ്ങണം. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ബസ്സിലാണ് വന്നത്, കർണാടക ബസ്സിൽ, നോർമൽ ബസ്സിൽ ഗേൾസിന് ഇവിടെ ഫ്രീ ആണ് ട്രാവൽ. എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല അല്ലേ മീരാമ? അല്ലേ, എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം നോർമൽ ബസ്സിൽ. അവിടെ ചാർജ് എവിടെ പോയാൽ തൊട്ടടുത്ത സ്റ്റോപ്പിൽ പോയാൽ 10 രൂപ നോർമൽ ചാർജ്. ഇവിടെ ഫ്രീ എന്ന് ഗേൾസിന്. അതേപോലെ നമ്മുടെ കേരളത്തിൽ എല്ലാവരും ചിന്തിക്കണം അല്ലേ മീരാമ? അങ്ങ് പറഞ്ഞു കൊടുക്കും. അതെ അതെ അതെ, വളരെ ശരിയാണ്, ഇതുവരെ വളരെ ശരിയാണ്. അപ്പോൾ ഓക്കെ, അങ്ങനെ പുറത്തേക്ക് പോവാം. റൂമിൽ തിരിച്ചെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ കിടന്നുറങ്ങും, നാളെ രാവിലെ എണീക്കുന്നു. നമുക്ക് നാളെ രാവിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങണം. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ബൈ ബൈ.